എന്തിനീ കൊലാഹലം ഉണ്ടാക്കി മനുഷ്യന് അൺപോപ്പുലറാകും? ഇപ്പം തന്നെ അൺപോപ്പുലറാണ്. എന്നിട്ട് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ കൊല്ലുന്നതെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഓരോ പ്രസ്താവന ഇറക്കും. അവിടെ ഒന്ന് കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാഥ നടത്തി. എൻ്റെ രാജ്യത്തെ അതിൻ്റെ വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. 16 പേരുണ്ട്. 16 പേര്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം, ആ വലിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. 16 പേര്. ഡൽഹിയിൽ MA ബേബി അടക്കം എത്ര പേരുണ്ടായിരുന്നു? അതും ഏകദേശം 10-12 പേരേ ഉള്ളൂ. എവിടെ പോയി ഇവരുടെ ആൾക്കാരൊക്കെ? അതാണ് ഉമേഷ് ബാബു പറയുന്നത്, വരാത്തവരെ ശ്രദ്ധിക്കണം. 12 പേരേ ഉള്ളൂ ഡൽഹിയിൽ. അതിൽ തന്നെ ഇവിടുന്ന് പോയ ജെയ്ക്സി തോമസ് ഇവരൊക്കെയാണ്, ഇവിടുന്ന് പോയവരാണ് കൂടുതൽ. MA ബേബി ഇവിടുന്ന് പോയതാണല്ലോ. ഈ സമയത്ത് പുള്ളി ഡൽഹിയിലായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഡൽഹിക്കാരെവിടെ? ഇവർ കർഷക സമരമൊക്കെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ മുമ്പിൽ കയറി നിന്നിട്ട് നമ്മുടെ പാർട്ടി എന്നൊക്കെ പറയും. ഇവരാരും പാർട്ടിക്കാരല്ല. പിന്നെ സമരത്തിൻ്റെ മുമ്പിൽ ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാന്ന് ആരും പറയുകയില്ല. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ആളുകളിലേക്ക് ആളില്ല ഇവർക്ക്. അതാണ് ഇംഗ്ലണ്ടിലേക്കാളും ആൾ കുറവാണ് ഡൽഹിയിൽ ഇങ്ങനെ ആവാൻ കാര്യം. പാർട്ടിക്കാർ ഇറങ്ങുന്നില്ല, അവർക്കിതിൽ വിശ്വാസമില്ല. ഇത് പിണറായി വിജയൻ ഈസിക്ക് കൈകാര്യം ചെയ്യാവുന്നൊരു കാര്യമാണ്. മകളുടെ കേസിൽ നിന്ന് സ്വയം ഐസൊലേറ്റ് ആവുക, അതേസമയം മകളെ സഹായിക്കുകയും ചെയ്യാൻ പാർട്ടിയിലും പൊതുജനങ്ങളോടും പറയാം. ഒരു കേസ് വന്നു എന്ന് വിചാരിച്ച് എനിക്കെൻ്റെ മകളല്ല എന്ന് പറയാൻ പറ്റുമോ? ഉപേക്ഷിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അവൾ പറയുന്നത് ഞാൻ നിഷ്കളങ്കയാണ്, ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ശരി, ഇനി കോടതി തീരുമാനിക്കട്ടെ. അതുവരെ എൻ്റെ വീട്ടിൽ അവൾക്ക് താമസിക്കാം. അവർക്ക് വക്കീലിനെ വയ്ക്കണം, ആരോ സഹായിക്കണം. അതൊക്കെ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അവളുടെ കേസിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെ മകളെ സംരക്ഷിക്കുകയും ചെയ്യാം, കേസിൽ നിന്ന് പിണറായിക്ക് ഊരുകയും ചെയ്യാം. ഇപ്പോൾ പിണറായി EDയെ തല്ലാനും കൊല്ലാനും ഒക്കെ പോയ സ്ഥിതിക്ക് ഇത് കൂടുതൽ സീരിയസ് ആകും. ആർക്കായാലും ഒരു വാശി കയറുമല്ല. EDക്കാർക്കും ഡൽഹിയിലൊക്കെ അവർ ऐसा ठीक है देख लेंगे उसको. ഈ അന്താരാഷ്ട്ര കളികളൊക്കെ അരവിന്ദ് കെജ്രിവാൾ കളിച്ചതല്ലേ. ഇങ്ങേർക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വെനസ്വേലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശംസ അർപ്പിക്കുന്നതേ ഉള്ളൂ. കേജ്രിവാൾ അങ്ങനെ ആയിരുന്നില്ല. കൊളംബിയ യൂണിവേഴ്സിറ്റി, അമേരിക്കയിൽ നിന്നൊക്കെയാണ് അയാൾക്ക് സപ്പോർട്ട് വന്നത്. വലിയ ആൾക്കാരിത് ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോയിട്ടേഴ്സ്, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് ഇവരൊക്കെ വാർത്ത കൊടുത്തതാണ് അയാൾക്ക് സപ്പോർട്ടായിട്ട്. പിണറായി വിജയൻ ഈ ചീള് കേസല്ലേ. എന്നിട്ടെന്താ പിടിച്ചു ചുമ്മാ അകത്തിട്ടു കേജ്രിവാളിനെ. അവസാനം കോടതിയിൽ അവതാരം പറഞ്ഞ് ജാമ്യം വാങ്ങിച്ചാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് ഈ അന്താരാഷ്ട്രമായ പിന്തുണയെന്നും ഒരു ED പറയുകയാണ്, ഇതിലും വലിയ പിന്തുണക്കാരനെ ജയിലിലിട്ട ആളാണ് ഞങ്ങൾ, അതുകൊണ്ട് അയാളെയും പിടിച്ച് ജയിലിടുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? വയസ്സുകാലത്ത് ഒരു കേസും ഇല്ലാത്തടത്ത് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒരു കേസ് തൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയസ്സുകാലത്ത് ഇങ്ങനെ ആരെ ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്? സിമ്പിളായിട്ട് ഊരാവുന്ന കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഇപ്പോൾ.